40 ദിവസത്തെ ദുഃഖാചരണം ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആയത്തുള്ള അലി ഖമനിയുടെ മരണത്തിൽ നിര്യാണത്തെ തുടർന്ന് 7 ദിവസം പൊതു അവധി കൂടി ഇറാനിൽ പ്രഖ്യാപിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ മുസാഫിർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മുസാഫിർ, വല്ലാത്ത ഒരു പ്രഭാതത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ മേഘങ്ങൾ ഒരു കരിമ്പടം പോലെ ഗൾഫ് നാടുകളിലെ പല രാജ്യങ്ങളെയും മൂടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ മുസാഫിർ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഗുഡ് മോർണിംഗ് ഒക്കെ. സത്യത്തില് നേരത്തെ ജലീലോട് പറഞ്ഞതുപോലെ തന്നെ ഈ അമേരിക്കൻ പിന്തുണയോടെ നടന്ന ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിതമായ ആക്രമണത്തിന്റെ പ്രത്യാഘാതം എന്ന നിലയിൽ ഗൾഫ് മേഖലയിൽ ആകെ അശാന്തി വിതച്ചുകൊണ്ടുള്ള ഇറാന്റെ ഈ തിരിച്ചടി മേഖലയിലെ സമാധാനം ഇല്ലാതാക്കുന്ന വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ട അസാധാരണമായ ഒരു അന്തരീക്ഷമുണ്ട്. അതിന്റെ ഭയജനകമായ ഒരു 2ാം ദിവസത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പ്രവാസികളുടെ കുടുംബങ്ങളിൽ ഭീതി നിറയ്ക്കുന്ന അന്തരീക്ഷത്തിലാണ് ഗൾഫിലാകെ യുദ്ധഭീതി പടർന്നിരിക്കുന്നത്. കുവൈറ്റ്, UAE, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഈ ഇറാൻ തൊടുത്ത മിസൈലുകൾ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉറക്കം കെടുത്തുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന സുരക്ഷിതം എന്ന് കരുതപ്പെടുന്ന സൗദി അറേബ്യയിലും സംഘർഷത്തിന്റെ കാർമേഘങ്ങളാണ് ഉരുണ്ടുകൂടിയിട്ടുള്ളത്. മുസാഫിർ, ഇപ്പോൾ ബഹ്റിനിലെ അവസ്ഥ എന്താണ് മുസാഫിർ? അവിടെ ശാന്തമാണോ സ്ഥിതി? സത്യത്തില് ബഹ്റൈനിലും മറ്റ് തലസ്ഥാനമായ സൗദിയെ സംബന്ധിച്ചിടത്തോളം തന്നെ പറയുകയാണെങ്കിൽ തലസ്ഥാനമായ റിയാദിനും കിഴക്കൻ പ്രവിശ്യയിലെ ചില കേന്ദ്രങ്ങൾക്കും നേരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തെ സൗദി ശക്തമായി അപലപിക്കുകയുണ്ടായി. അതുപോലെ ഈ രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കടുത്ത ലംഘനമാണ് ഇറാൻ നടത്തിയതെന്നും സൗദി വിദേശ മന്ത്രാലയം ഇന്നലെ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. ഈ ആക്രമണങ്ങളെല്ലാം തികഞ്ഞ ഭീരുത്വം എന്നാണ് സൗദി വിദേശ മന്ത്രാലയം വിശേഷിപ്പിച്ചിട്ടുള്ളത്. സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ സൗദിയിലെ പൗരന്മാരെയും വിദേശികളെയും ചേർത്ത് നിർത്തുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും സൗദി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ മറ്റ് സെക്ടറുകളിലേക്കെന്ന പോലെ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ഈ വിമാന സർവീസുകൾ നിലച്ചതും അവയുടെ താളം തെറ്റിയതുമെല്ലാം മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. ഈ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടതിന്റെ വാർത്ത വന്നതിന് ശേഷം സൗദിയിൽ പൊതുവെയുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? കാര്യം ഒരു എത്രയോ പതിറ്റാണ്ടുകളായി ഇറാനെ നയിക്കുന്ന ആത്മീയ നേതാവാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും അത് വാർത്തയുടെ സ്ഥിരീകരണത്തെ സംബന്ധിച്ചിട്ടുള്ള ആശയക്കുഴപ്പപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഇറാൻ ടെലിവിഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച കഴിഞ്ഞ ദിവസം പുലർച്ചെ ഓഫീസിൽ ഔദ്യോഗികമായി ചുമതലകൾ നിർവഹിക്കുന്നതിനിടെയാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ഫാൾസ് വാർത്താ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെ, ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നു കഴിഞ്ഞു മുസാഫിർ? അതെ, ഓക്കെ. പക്ഷെ അതിന്റെ മറ്റ് ഔദ്യോഗികമായിട്ട് സൗദി അറേബ്യയുടെയോ മറ്റ് GCC രാഷ്ട്രങ്ങളുടെയോ പ്രതികരണത്തിന് വേണ്ടി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ സൗദിയിൽ ഉൾപ്പെടെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ ഇന്ത്യൻ നയതന്ത്ര കാര്യങ്ങളും പോലെ തന്നെ ഒരുപാട് ജാഗ്രത പാലിക്കാനും സുരക്ഷാ മുന്നറിയിപ്പുകളുടെ ഭാഗമായി എന്താ പറയാ നിർദ്ദേശങ്ങളും പിന്തുടരാനും ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സത്യത്തിൽ ഒരു സംഘർഷത്തിൻ്റെതായിട്ടുള്ള ഒരു കാർമേഘങ്ങൾ സൗദിയുടെ ആകാശത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചില രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ മാധ്യമങ്ങളുടെ നിയന്ത്രണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളോടുകൂടി വരുന്ന ബഹ്റിലൊക്കെ തന്നെ റേഡിയോ നെറ്റ്വർക്കുകളും ടെലിവിഷനും ഒക്കെ തന്നെ നേരിട്ട് ബഹ്റിൻ സർക്കാർ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന വാർത്ത വരുന്നു. അത്തരം നീക്കങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ മുസാഫിർ? തീർച്ചയായും ഇത്തരം സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകളുടെ കൈമാറ്റം, വിനിമയം എന്നൊക്കെ എനിക്ക് തോന്നുന്നത് അതിനൊക്കെ തീർച്ചയായും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വാർത്ത സാംസ്കാരിക മന്ത്രാലയം. അതുപോലെ തന്നെ വിശുദ്ധ റമദാന്റെ നാളുകളായതിനാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉംറ തീർത്ഥാടനം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇപ്പോ മക്കയിലും മദീനയിലും ഒക്കെ ഉണ്ട്. അവരുടെ മടക്കയാത്ര അനിശ്ചിതത്വത്തിലാകുമോ എന്നൊരു ഭീതിയും ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് സമീപത്ത് നിന്ന് കണ്ട ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്, ഒരുപക്ഷെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് താല്പര്യം കാണില്ല. കാര്യം ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ചെറിയൊരു യുദ്ധം ചെയ്യുക, താൻ ലക്ഷ്യം വെക്കുന്ന താല്പര്യങ്ങൾ സാക്ഷാത്കരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഡൊണാൾഡ് ട്രംപിൻ്റെ എപ്പോഴുമുള്ള പൊളിറ്റിക്കൽ ഡിപ്ലോമസി. അപ്പോൾ ഇത് ശരിക്കും അതേസമയം ഇറാൻ ഇത് ഏൽപ്പിച്ചിട്ടുള്ള മുറിവ് ചില്ലറയായിരിക്കില്ല. അപ്പോൾ ഈ യുദ്ധം നീണ്ടുപോകും, അതല്ലെങ്കിൽ പെട്ടെന്ന് അവസാനിക്കും. എന്താണ് താങ്കൾ കണക്ക് കൂട്ടുന്നത്? എന്റെ അഭിപ്രായം, ഞാൻ തോന്നുന്നത് പെട്ടെന്ന് അവസാനിക്കാനാണ് സാധ്യത. നീട്ടിക്കൊണ്ടുപോകാൻ ഏതായാലും അമേരിക്കക്കോ ഇസ്രായേലിനോ താല്പര്യം ഉണ്ടാവില്ല.
എന്തായാലും സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ ജനജീവിതം പൊതുവെ സാധാരണ നിലയിലാണെങ്കിലും ഞാൻ നേരത്തെ പറയുന്ന പോലെ ഈ ഭീതി, സംഘർഷം, അതിന്റെയൊക്കെ ഒരു കാർമേഘങ്ങൾ ഇവിടെ പൊതുവിൽ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സാഹചര്യം വഷളാക്കാൻ ഈ ഹൂത്തി പിന്തുണ കൂടി ഉണ്ടല്ലോ ഇറാന്. അപ്പൊ ഈ ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണി വിലപ്പോകുമോ? അതെ, അത് എത്രമാത്രം വിലപ്പോകും എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം ഈ പൊതുവെയുള്ള ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള ശത്രുക്കളുടെ ഈ ഒരു ഏകോപനം ഈ കാര്യത്തിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. തീർച്ചയായും ഈ യുദ്ധത്തിൽ അറിയാലോ, ഈ ധാർമ്മികതയൊന്നും യുദ്ധത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ ശത്രുവിനെ നിഷ്കാസനം ചെയ്യുക എന്ന ചുരുങ്ങിയ അതിൽ കവിഞ്ഞ മറ്റു ലക്ഷ്യങ്ങളൊന്നും അവർക്കുണ്ടാവുകയുമില്ല. ഏതായാലും ഈ എന്താ പറയാ, അശാന്തിയുടെ നാളുകൾ എത്രയും പെട്ടെന്ന് ഇല്ലാതാകുമുള്ള ഒരു പ്രാർത്ഥനയിലാണ് സൗദി അറേബ്യയിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഒരു 3.5 കോടി ജനങ്ങൾ അത്രയും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു മുസാഫിർ. സൗദി അറേബ്യയിലെ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ മുസാഫിറാണ് നമുക്കൊപ്പം സൂമിൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.